ഈ എരന്ന് തിന്നുന്നവനെ തുരന്ന് തിന്നുക എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. എന്താണ് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാല്, കഴിഞ്ഞ ദിവസം എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ എനിക്ക് മെസ്സേജ് അയക്കുവാണ്. ഞാൻ അവരെ കണ്ടിട്ടേ ഉള്ളൂ, ഞാൻ അവരോട് അധികം സംസാരിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് പെട്ടെന്നൊരു മെസ്സേജ് വന്നു, ഹായ് എന്തുകൊണ്ട് വിശേഷം, സുഖമാണോ, എവിടെയാണ്, റൂമിലാണോ? ഞാൻ പറഞ്ഞു റൂമിലാണ്. അപ്പൊ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ അവർ പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് എന്തോ ഒരു അത്യാവശ്യത്തിന് നിൽക്കുവാണ്, അപ്പൊ കുറച്ച് പൈസ അയച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ, എത്ര രൂപയാണ് എന്ന് ചോദിച്ചു. അപ്പൊ അവര് പെട്ടെന്ന് എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോഴേ അൺഎബിൾ ടു സെൻഡ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് വന്നത്. ഉടനെ തന്നെ ഞാൻ എൻ്റെ സുഹൃത്തിന് അയച്ചു കൊടുത്തു. അപ്പൊ സുഹൃത്ത് ആളോട് കാര്യം ചോദിച്ചപ്പോഴാണ് കാര്യം പറഞ്ഞത്. അപ്പൊ ആളുടെ പേരിൽ ഒരു പുതിയ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങി, ആളുടെ ഫോട്ടോ ഫേസ്ബുക്കിൽ നിന്ന് തന്നെ തപ്പിയെടുത്ത് ആളുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മാത്രമല്ല, ഈ ഫോട്ടോസ് കണ്ടോ, കുറെ പേർക്ക് ഇതുപോലെ 5000 10,000 ഒക്കെ ചോദിക്കുകയാണ്, നാളെ തരാമെന്ന് പറഞ്ഞത്. അത് മാത്രമല്ല, പുതിയൊരു നമ്പർ എടുത്ത് വാട്സാപ്പും ക്രിയേറ്റ് ചെയ്തിട്ട്, ഫേസ്ബുക്കിൽ നിന്നൊക്കെ ആയിരിക്കും നമ്പർ, അവരുടെ ഫ്രണ്ട് ലിസ്റ്റിലെ നമ്പർ എടുത്തിട്ട് അവർക്കും വാട്സാപ്പിലൂടെ മെസ്സേജ് അയക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു വാട്സാപ്പിൽ നിന്നൊക്കെ നമ്പർ വരുമ്പോൾ നമുക്ക് എന്തായാലും ശരിയായിരിക്കും എന്ന് തോന്നും, ഫോട്ടോയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ തട്ടിപ്പാണ്. ആൾ അറിഞ്ഞിരുന്നു, 5-6 ദിവസം കൊണ്ട് നടക്കുന്ന പരിപാടിയാണിത്. എന്തായാലും ആളോട് പറഞ്ഞു, അങ്ങനെ ഫേസ്ബുക്കിലൊക്കെ കുറെ പേര് റിക്വസ്റ്റ് കൊടുത്തു, അത് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഫേസ്ബുക്ക് ബ്ലോക്കായി. ആൾ ഒഫീഷ്യലി അറിയിച്ചു, വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ സംഭവം വരുന്നുണ്ട്. അങ്ങനെ അത് ക്ലോസ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഓരോരുത്തർ എന്തൊക്കെ രീതിയിലാണ് പുതിയ തട്ടിപ്പുകളുമായിട്ട് ഇറങ്ങി, എന്തൊക്കെ ഐഡിയാസ് ആണ് ഓരോരുത്തർക്ക്. ഞാൻ ആലോചിക്കുക, കഷ്ടപ്പെട്ട് ഓരോരുത്തർ ജീവിക്കും, അതിന്റെ ഇടയിൽ കൂടെ പറ്റിച്ച് ജീവിക്കാൻ വേണ്ടി കുറെ എണ്ണം. പണിയെടുത്ത് ജീവിച്ചുകൂടെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ഈ ചാറ്റ് വരുന്ന മൊത്തം ഇംഗ്ലീഷാണ്, വല്ല നോർത്ത് ഇന്ത്യക്കാരോ ഒക്കെ ആയിരിക്കും അല്ലേ. എന്താ ചെയ്യുക, കാലത്തിന്റെ ഓരോരോ പോക്കെ.